2026 ലോകകപ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക്. പല കോൺസ്പിറസി തിയറികളും ഇപ്പോൾ അത്തരത്തിലാണ് ഉയർന്നു വരുന്നത്. ലോകത്താകെ അദൃശ്യമായി നിയന്ത്രിക്കുന്ന ചില രഹസ്യ ശക്തികളുണ്ടെന്നും ലോകത്തെ മാറ്റിമറിക്കുന്ന എല്ലാ പ്രധാന സംഭവവികാസങ്ങൾക്കും തീരുമാനങ്ങൾക്കും പിന്നിൽ അവരുടെ അദൃശ്യമായ കരങ്ങളുണ്ടെന്നുമാണ് കോൺസ്പിറസി തിയറിക്കാർ വിശ്വസിക്കുന്നത്. തങ്ങൾ ഭാവിയിൽ നടപ്പിലാക്കാൻ പോകുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി തന്നെ ചില പ്രശസ്ത മാധ്യമങ്ങളിലൂടെയും കവർ ചിത്രങ്ങളിലൂടെയും ഇവർ രഹസ്യ സൂചനകൾ ലോകത്തിന് നൽകുമത്രേ. എക്കണോമിസ്റ്റ് മാഗസീന്റെ മുഖചിത്രമായി വന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ ഇത്തരം സിദ്ധാന്തക്കാർ ഉയർത്തിക്കാട്ടുന്നത്. 2022 ലോകകപ്പിൽ അർജന്റീനയും മെസ്സിയും കപ്പടിച്ചത് ഫിഫ മുൻകൂട്ടി നിശ്ചയിച്ചായിരുന്നു എന്ന് വാദിച്ച അതേ സിദ്ധാന്തക്കാർ റൊണാൾഡോയുടെ അവസാന ലോകകപ്പിൽ ലോക ഫുട്ബോൾ സാമ്രാജ്യം അദ്ദേഹത്തിന് അനുകൂലമായി കരുക്കൾ നീക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ നോസ്ട്രഡാമസിനെയും ബാബ വാങ്കയെയും കടത്തിവെട്ടുന്ന മറ്റൊരു ഞെട്ടിക്കുന്ന പ്രവചനമുണ്ട്. 1977 സംപ്രേഷണം ചെയ്ത ദി സിംപ്സൺസ് എന്ന പരമ്പരയിലെ ദി കാർട്രിഡ്ജ് ഫാമിലി എന്ന എപ്പിസോഡിൽ അവർ ലോകകപ്പ് ഫൈനൽ പ്രവചിക്കുന്നുണ്ട്. 2026 ലോകകപ്പ് ഫൈനൽ നടക്കാൻ പോകുന്ന ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തോട് സാമ്യമുള്ള സ്പ്രിംഗ്ഫീൽഡ് സ്റ്റേഡിയത്തിലാണ് ഈ ഫൈനൽ മത്സരം നടക്കുന്നത്. പോർച്ചുഗലും മെക്സിക്കോയും തമ്മിലാണ് ഫൈനൽ പോരാട്ടം. മത്സരത്തിൽ മെക്സിക്കോ 1-0 പോർച്ചുഗലിനെ പരാജയപ്പെടുത്തുകയും റൊണാൾഡോ കപ്പടിക്കുകയും ചെയ്യുന്നു. ജൂലൈ 1 ഇക്വഡോറിനെതിരെ 2-0 തോൽപ്പിച്ച് മെക്സിക്കോയും ജൂലൈ 3 ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തി പോർച്ചുഗലും എതിർവശത്തെത്തിയതോടെ ഈ ഗൂഢാലോചന സിദ്ധാന്തങ്ങളെല്ലാം മാറ്റി നിർത്തിയാൽ പോർച്ചുഗലിന്റെ യഥാർത്ഥ അവസ്ഥ പരിശോധിച്ചാൽ അവർ ലോകകപ്പ് നേടുമെങ്കിൽ അത് അവരുടെ ഇപ്പോഴത്തെ ടീമിന്റെ കരുത്തുകൊണ്ടായിരിക്കും. 41 വയസ്സുകാരനായ റൊണാൾഡോയുടെ വേഗത സ്വാഭാവികമായും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോക്സിനുള്ളിൽ പന്ത് ലഭിച്ചാൽ ഇന്നും അദ്ദേഹം ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കറാണ്. മുഴുവൻ സമയം പ്രസ് ചെയ്ത് കളിക്കുന്നതിന് പകരം ഒരു ടാർഗറ്റ് മാൻ അല്ലെങ്കിൽ നിർണായക സമയത്ത് ഇറങ്ങുന്ന ഒരു സൂപ്പർ സബ്ബായാകും അദ്ദേഹത്തിന്റെ പ്രസക്തി. ലോകത്തിലെ ഏറ്റവും മികച്ച 5 ടീമുകളിൽ ഒന്നാണ് ഇന്നത്തെ പോർച്ചുഗൽ. റൊണാൾഡോയെ മാത്രം ആശ്രയിച്ച് കളിക്കുന്ന പഴയ ടീമല്ല ഇന്നുള്ളത്. ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാണ്ടോ സിൽവ, വിറ്റീഞ്ഞ എന്നിവരുടെ മധ്യനിരയും ലിയാവോ, ഫെലിക്സ് എന്നിവരുടെ ആക്രമണവും റൂബിൻ ഡയസിന്റെ പ്രതിരോധവും പോർച്ചുഗലിനെ വമ്പന്മാരാക്കുന്നു. ഒരു ടൂർണമെന്റ് വിജയിക്കാൻ വേണ്ട സ്ക്വാഡ് ഡെപ്ത് ഇന്ന് പോർച്ചുഗലിനുണ്ട്. ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട്, അർജന്റീന, ബ്രസീൽ തുടങ്ങിയ കരുത്തരെ നോക്കൌട്ടിൽ മറികടക്കാൻ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസിന്റെ തന്ത്രങ്ങൾക്ക് കഴിഞ്ഞാൽ റൊണാൾഡോയ്ക്ക് തലയുയർത്തി തന്നെ പടിയിറങ്ങാൻ സാധിക്കും.